Assalamu alaikum. Hi students, how are you all? I hope all are fine. So let me introduce myself. I am Devi Parvati and now I am your new teacher, new Hindi teacher. അപ്പോൾ എനിക്ക് നിങ്ങളെ നല്ല പരിചയമില്ല. സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, കൊറോണ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഹിന്ദി ക്ലാസ് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കവിതയാണ്, ഒരു പോയമാണ്, ഒരു കവിതയാണ്. അതിൻ്റെ രചയിതാവെന്ന് പറയുന്നത് രാംധാരി സിംഹ് ദിനകർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് തുടങ്ങാം. हिंदी के एक प्रमुख कवि, लेखक और निबंधकार थे हमारे रामधारी सिंह दिनकर जी. उनकी प्रमुख रचनाएं रेणुका, हुंगार, उर्वशी और कांटों में राह बनाते हैं आते हैं. तो एक कविता है कांटों में राह बनाते हैं എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ രാംധാരി സിംഗ് ദിനകർ എന്ന് പറയുന്നത് കവി മാത്രമല്ല, അദ്ദേഹം ഒരു നിബന്ധകാർ കൂടിയാണ്. നിബന്ധകാരാണ്, ലേഖകൻ ആണ്, ലേഖനമൊക്കെ എഴുതാറുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള രചനകളാണ് ഹുങ്കാർ, ഉർവശി, കാട്ടോമേ രാഹ് ബനാത്തേ ഹേ, ഒരു കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെ കാട്ടോമേ രാഹ് ബനാത്തേ ഹേ എന്ന് പറയുന്നത് മുള്ളുകളിലൂടെ നമുക്ക് എന്തുണ്ടാക്കാം, മാർഗമുണ്ടാക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് മുള്ളിലൂടെ നമുക്ക് വഴി ഉണ്ടാക്കാം, മാർഗമുണ്ടാക്കാം എന്നാണ് ഈ ഒരു ഹെഡ്ലൈൻ്റെ അർത്ഥം, മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പോയം എന്താണെന്ന് നോക്കാം. സച്ച് ഹേ വിപത്തി ജബ് ആത്തി ഹേ കായർ കോ ഹി ദഹലാത്തി ഹേ सूरमा नहीं विचलित होते क्षण एक नहीं धीरज खोते विघ्नों को गले लगाते हैं कांटों में राह बनाते हैं. तो ये है पहली पंक्तियाँ. पहली 6 पंक्तियाँ हैं. 6 വരികളാണ് ആദ്യത്തെ വരികൾ കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ये देखो एक पिक्चर, एक चित्र भी है इसमें. एक सैनिक है और एक लड़की बाती को लेकर खड़ी है यहाँ, और एक डॉक्टर साहब है और एक कृषक भी है. അപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ സേവിക്കുന്ന, നമുക്ക് സേവനം തരുന്ന കുറച്ച് ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കിടക്കാം. സച്ച് ഹേ വിപത്തി ജബ് ആത്തി ഹേ കായർ കോ ഹി ദഹലാത്തി ഹേ. ജബ് വിപത്തിയാം ആത്തി ഹേ तब कायर लोग घबराते हैं और डर जाते हैं. तो इसका अर्थ क्या है? विपत्ति, विपत्ति एक नया शब्द होगा. विपत्ति समानार्थ है सिनोनिम. समानार्थ विपत्ति, विपत्ति, विपत्ति का अर्थ है मुसीबत. मुसीबत, मुसीबत क्या है? प्रॉब्लम. विपत्ति, मुसीबत, प्रॉब्लम. सच है विपत्ति जब आती है कायर को ही दहलाती है. हाँ, हम कायर भी है. कायर आपको पता है कायर क्या है? കായർ മാനെ ഡർപോക്ക്, പേടിത്തൊണ്ടൻ എന്ന് പറയും. കായർ ഡർപോക്ക്. പേടിത്തൊണ്ടൻ. सच है विपत्ति जब आती है कायर को ही दहलाती है. जब विपत्तियाँ या मुसीबतें आती है तब
ऐसे कायर लोग, डरपोक लोग, वो उससे डरते हैं। और सूरमा नहीं विचलित होते, क्षण एक नहीं धीरज खोते। सूरमा नहीं विचलित होते, क्षण एक नहीं धीरज खोते। सूरमा, सूरमा का अर्थ है शूरवीर। सूरमा, बहादुर भी कहते हैं हम इसे, ബഹാദൂർ. അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് ധീരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു നിമിഷം പോലും അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്താതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെ നേരിടും. कवि दिनकर जी कहते हैं कि मुसीबत जब आती है तब कमज़ोर व्यक्ति या डरपोक व्यक्ति उससे घबरा जाते हैं. അവർ അതിനെ ഭയക്കുന്നു. പേടിത്തൊണ്ടന്മാർ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടില്ല, അവർ അതിനെ ഭയന്ന് വിറച്ചു അതിനെ നേരിടും. അതായത് അവർ ഭയക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് അവർക്കറിയില്ല. ലേക്കിൻ വീർ പുരുഷ് അപ്നെ മാർഗ് സേ നഹീ ഹട്ടത്തെ. എന്നാൽ വീരന്മാരായിട്ടുള്ള പുരുഷന്മാർ, അതായത് ബഹാദൂർ ലോഗ്, उससे कैसे उसका सामना करते हैं? वे सावधान से उसका समाधान करते हैं और उसका हल ढूंढते हैं. वे जरा सी देर के लिए भी अपना धैर्य नहीं छोड़ते. एक क्षण के लिए, क्षण मीन्स निमिषम, एक क्षण के लिए भी वो अपनी धैर्य नहीं छोड़ते. ഒരു നിമിഷത്തേക്ക് പോലും അവരുടെ ധൈര്യം അവർ നഷ്ടപ്പെടുത്തുന്നില്ല. विघ्नों को गले लगाते हैं, विघ्नों को गले लगाते हैं. विघ्न माना क्या है? यहाँ देखो क्षण, क्षण एक नया शब्द है क्षण. क्षण का समानार्थ है पल. പൽ മാനെ നിമിഷം. ഒരു നിമിഷത്തേക്ക് പോലും അവരുടെ ധൈര്യം അവർ നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെയോ വിഘ്നോ കോ ഗലേ ലഗാത്തെ ഹേ, കോയി ഭി വിഘ്ന യാ വിപത്ത് യാ മുസീബത്ത് ഹോ തോ ഉസേ അപ്നെ ഗലേ മേ ലഗാത്തെ ഹേ. അവരതിനെ മാറോട് ചേർക്കുന്നു. എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങളതിനെ നേരിടാമെന്ന് ധൈര്യത്തോടെ അവർ പറയുന്നുണ്ട്. കാട്ടോ മേ രാഹ് ബനാത്തെ ഹേ. എന്നിട്ടോ അവർ മുൾപാതകൾ എന്താക്കുന്നു? അവർക്ക് പോകാനുള്ള വഴികളാക്കുന്നു. മുൾപാതകളിലൂടെ അവർ മുന്നോട്ടുള്ള യാത്ര സുഗമമായി അവർ സഞ്ചരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ 6 വരികളിൽ കവി ഉദ്ദേശിക്കുന്ന ആശയമാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം അതിൻ്റെ ഭാവാർത്ഥം. इस कविता में कवि कहता है कि जो लोग बहादुर होते हैं वे मुसीबत और समस्याओं से नहीं घबराते. कवि दिनकर जी कहते हैं कि मुसीबत जब आती है तब कमज़ोर लोग, कमज़ोर व्यक्ति उससे घबरा जाते हैं. लेकिन वीर पुरुष या बहादुर लोग अपने मार्ग से नहीं हटते. वे ज़रा सी देर के लिए भी अपना धैर्य नहीं छोड़ते. वे विघ्नों परेशानियों को धैर्य से अपनाकर उनका सामना करते हुए समाधान ढूंढते हैं. उन लोगों ने वे विघ्नों, परेशानियाँ माने प्रॉब्लम्स, विषमताകൾ, परेशानियों को धैर्य से अपनाकर उनका सामना करते हुए समाधान ढूंढते हैं. वे कांटों में रास्ता बना लेते हैं, अर्थात समस्याओं को ठीक प्रकार हल कर लेते हैं. ये है पहला 6 पंक्तियों का भावार्थ. तो आपको समझ में आया है? तो मैं एक और बार इसकी वाचन करती हूँ. सच है विपत्ति जब आती है कायर को ही दहलाती है. सूरमा नहीं विचलित होते, क्षण एक नहीं धीरज खोते. विघ्नों को गले लगाते हैं, कांटों में राह बनाते हैं. तो ये है पहला 6 पंक्तियों का आशय. तो बाकी हम दूसरे क्लास में पढ़ेंगे. तो नए शब्द तुम्हारे टेक्स्ट बुक के हम नीचे हैं, तो ये सब नोटबुक में लिखना. कोई संदेह है तो पूछना, डाउट्स ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ആദ്യത്തെ
6 വരി നിങ്ങൾ നല്ലതുപോലെ ഹൃദയസ്ഥമാക്കുക, വായിക്കുക, പഠിച്ച് പഠിക്കുക.